എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കെല്ലാവർക്കും അറിയാം, ഞാനും നിങ്ങളും പിടിച്ചിരിക്കുന്ന ഈ നോമ്പാകട്ടെ, ഏത് സൽക്കർമ്മമാകട്ടെ, ഇതിനെക്കുറിച്ച് നമുക്കൊന്ന് വിലയിരുത്താൻ കഴിഞ്ഞാൽ നമുക്ക് തന്നെ അറിയാം ഈ പരിശുദ്ധമായ റമളാൻ നാളെ നമുക്ക് അനുകൂലമാണോ എതിരാണോ. നാളെ അള്ളാഹുവിന്റെ പരലോകത്തേക്ക് റമളാൻ മാസം കടന്നു ചെല്ലുമ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആല റമളാനിനോട് ചോദിക്കും, നിന്നെ എന്റെ അടിമ എങ്ങനെയാണ് പരിഗണിച്ചത്? ആ സമയത്ത് റമളാൻ അള്ളാഹുവിനോട് പറയും, പടച്ചവനെ, എന്നെ ഇന്ന രീതിയിൽ പരിഗണിച്ചു, ഞാൻ പോയപ്പോൾ വല്ലാത്ത സ്വീകരണമായിരുന്നു, ഇവന്റെ ഹൃദയത്തിന്റെ ഉള്ളറകളിൽ എനിക്ക് ഇവൻ സ്ഥാനം തന്നു, പടച്ചവനെ നോമ്പ് പിടിച്ചു, തറാവീഹ് നിസ്കരിച്ചു, അങ്ങനെ ദിക്റുകളും ഖുർആനുകളുമായി സദഖകളുമായി ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ഇവൻ എന്നെ ആദരിച്ചു, എന്നെ ബഹുമാനിച്ചു, എന്നെ പരിഗണിച്ചു. അവസാനം ഞാൻ ഇവന്റെ വീട്ടിൽ നിന്ന് പിരിയുമ്പോ ഇവന്റെ വാപ്പ മരിച്ചപ്പോൾ ഇവനുണ്ടായ വേദന പോലെ, ഇവന്റെ പ്രിയപ്പെട്ട മാതാവ് മരിച്ചതിനേക്കാളും സങ്കടത്തോടെ, ഇവന്റെ രക്തത്തിൽ പിറന്ന മക്കളും മരിച്ചാൽ ഒരു മാതാവിനും പിതാവിനും ഉണ്ടാകുന്ന വേദനയോടെ, എന്നെ പിരിയാൻ കഴിയാത്ത സങ്കടത്തിലാണ് ഇവൻ എന്നെ യാത്രയാക്കിയത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നാളെ പരിശുദ്ധമായ റമളാൻ മാസം, അല്ലാഹുവേ പടച്ചവനെ, ആ മാസത്തെ ആദരിച്ചവരെ സ്വർഗ്ഗം കൊടുക്കണേ എന്ന് അല്ലാഹുവിനോട് അവിടുന്ന് ശഫാഅത്ത് ചെയ്യുമെന്ന് നബി തങ്ങൾ പഠിപ്പിക്കുമ്പോ ഈ സദസ്സിലിരിക്കുന്നവരോട് ചോദിക്കുകയാണ്, പടച്ചവനെ, ഒരുപാട് ഈ പരിശുദ്ധമായ റമളാൻ നമ്മളിലേക്ക് കടന്നു വന്നിട്ട് നമ്മുടെ പാപം പൊറുക്കാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടോ? നന്മകൾ ചെയ്യാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? നാളെ അല്ലാഹുവിന്റെ പരലോകത്ത് വെച്ച് പരിശുദ്ധമായ റമളാൻ നമ്മുടെ കൈപിടിച്ചുകൊണ്ട് പടച്ച റബ്ബിന്റെ സന്നിധിയിൽ കടന്നു തന്നിട്ടു, അല്ലാഹുവേ ഇവന് സ്വർഗ്ഗം കൊടുക്കണേ അല്ലാ എന്ന് നമുക്ക് അനുകൂലമായി സാക്ഷി പറയുമോ? അതോ പടച്ചവനെ, ഇവൻ എന്നെ ആദരിച്ചില്ല, ബഹുമാനിച്ചില്ല, പരിഗണിച്ചില്ല, എനിക്ക് നൽകേണ്ട സ്ഥാനങ്ങൾ നൽകിയില്ല, അതുകൊണ്ട് പടച്ചവനെ ആർക്ക് സ്വർഗ്ഗം കൊടുത്താൽ ഇവന് കൊടുക്കല്ലേ അല്ലാ എന്ന് നരകമിതള അല്ലാഹുവിനോട് നമുക്ക് എതിരായി റമളാൻ പറയുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, ചിന്തിക്കേണ്ട സമയമാണ്. അതുകൊണ്ട് വഅദ് കേൾക്കാമെന്നവരോട് പറയുകയാണ്, ഇന്നത്തെ ഇഫ്താറിലും ദുആയിലും പങ്കെടുക്കാമെന്നവരോട് പറയുകയാ, പടച്ചവനെ, നബി തങ്ങൾ പറയുന്ന സ്വഹാബാ, 6 കാര്യങ്ങൾ പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞു നിങ്ങൾ മാറ്റിവെക്കല്ലേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. 6 കാര്യങ്ങൾ പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞു മാറ്റിവെക്കരുത്. 6 കാര്യങ്ങൾ ചെയ്യണമെന്ന് തോന്നിയാൽ ആ സമയത്ത് തന്നെ നിങ്ങൾ ചെയ്യണേ. 6 കാര്യങ്ങളിൽ ഒരു കാര്യം ഏതെന്നറിയോ സ്വഹാബാ? തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ഉടനെ പശ്ചാത്തപിക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. പാപം ചെയ്തു കഴിഞ്ഞാൽ നീ ഉടനെ തന്നെ തൗബ ചെയ്യൂ. നാളെ ചെയ്യാം, മറ്റേനാൾ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് തൗബയെ നീ പിന്തിപ്പിക്കരുത്. കാരണം നബി തങ്ങൾ പറയുകയാണ്, തൗബയെ നിങ്ങൾ പിന്തിപ്പിക്കാൻ പാടില്ല. പടച്ചവനെ, കാരണം മരണം എപ്പോഴെവിടെ വെച്ചാണ് വരുന്നതെന്നറിയില്ല, സമയം കിട്ടണമെന്നില്ല. അതുകൊണ്ട് നോമ്പ് പിടിച്ചുകൊണ്ട് ഇവിടെ ഒരുമിച്ച് കൂടിയ ആണുങ്ങളോടും പെണ്ണുങ്ങളോടും നമ്മളെല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, കുല്ലു ബനി ആദമ ഖത്താഉൻ വ ഖൈറുൽ ഖത്താഈന അത്തവാബൂൻ. ആദമിന്റെ സന്താനങ്ങൾ മുഴുവനും തെറ്റ് ചെയ്യുന്നവരാ. പാപം ചെയ്യാത്ത ആരുമില്ല. നമ്മളാരും മലക്കുകളല്ല, നമ്മളാരും മഅസൂമീങ്ങളല്ല. എല്ലാവരും പാപം ചെയ്യുന്നവരാണ്. ഇവിടെ പടച്ചവനെ 50ഉം 60ഉം 70ഉം 80ഉം വയസ്സുള്ളവർ ഇവിടെ ഇരിപ്പുണ്ട്. ജീവിതത്തിൽ ഒരുപാട് പാപം ചെയ്തവരാണ് നമ്മളോ. നമ്മുടെ കണക്ക് നമുക്കറിയില്ല. പടച്ചവനെ, ഇന്ന് രാവിലെ സുബഹി നമസ്കാരം കഴിഞ്ഞത് മുതൽ ഈ 3:15 വരെ ഞാനും നിങ്ങളും ചെയ്ത പാപമുണ്ട്.
പാപമുണ്ടല്ലോ. കണക്കെടുക്കാൻ പറ്റുമോ? 80 കൊല്ലത്തെ വേണ്ട, 70 കൊല്ലത്തെ വേണ്ട, 60 കൊല്ലത്തെ വേണ്ട, 50 കൊല്ലത്തെ വേണ്ട, ഒരു ദിവസത്തെ വേണ്ട. രാവിലെ 5 മണി മുതൽ ഈ 3:15 വരെ ഞാനും നിങ്ങളും ചെയ്ത പാപമുണ്ടല്ലോ. കണ്ണുകൊണ്ട് കണ്ടത് പാപമാ, ചെവി കൊണ്ട് കേട്ടത് പാപമാ, നാവ് കൊണ്ട് പറഞ്ഞത് പാപമാ, കൈ കൊണ്ട് പിടിച്ചത് പാപമാ, നടന്നത് പാപത്തിലേക്കാ, ഹൃദയം കൊണ്ട് ചിന്തിച്ചത് പോലും പാപമാ. ഇന്ന് ഒരു ദിവസം ചെയ്ത പാപത്തിന്റെ കണക്ക് പോലും എനിക്കും നിങ്ങൾക്കും എടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഇത്രയും വർഷക്കാലം ചെയ്ത പാപത്തിന്റെ കണക്കാർക്ക് പറയാനാ? അതുകൊണ്ട് ഇവിടെ ഒരുമിച്ച് കൂടിയവരോട് പറയുകയാ, ഇന്ന് തൗബ ചെയ്യണേ. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാ, നിങ്ങൾ തൗബയെ പിന്തിപ്പിക്കരുത്. കാരണം മരണം എപ്പോഴെവിടെ വെച്ചാണ് വരുന്നതെന്നറിയില്ല. അതുകൊണ്ട് നിങ്ങൾ തൗബ ചെയ്യണമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, തെറ്റ് ചെയ്താൽ പശ്ചാത്തപിക്കണം, തൗബ നിങ്ങൾ പിന്തിപ്പിക്കാൻ പാടില്ല. നാളെ ചെയ്യാം, മറ്റേനാള് ചെയ്യാമെന്ന് പറഞ്ഞു മാറ്റിവെക്കരുത്. മരണം എവിടെ വെച്ചാണ് വരുന്നതെന്നറിയില്ല. ആ സമയത്ത് കിടന്ന് നിലവിളിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് നിങ്ങൾ തൗബ പെട്ടെന്ന് ചെയ്യണേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മരിക്കുന്നതിന് മുമ്പ് തൗബ ചെയ്തിട്ട് വേണം മരിക്കാൻ. അല്ലാഹു തൗബ ചെയ്ത് മരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു തൗബ ചെയ്ത് മരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ മരിക്കുന്നതിന് മുമ്പ് തൗബ ചെയ്യണം. ചെയ്യണ്ടേ? മരിക്കുന്നതിന് മുമ്പ് തൗബ ചെയ്യണമല്ലോ. ചെയ്യണോ വേണ്ടേ? ചെയ്യണം. അപ്പൊ നിങ്ങളൊക്കെ എപ്പോഴാ മരിക്കുന്നത്? നിങ്ങളൊക്കെ എപ്പോഴാ മരിക്കുന്നത്? എന്തായാലും മരിക്കുന്നതിന് മുമ്പ് തൗബ ചെയ്യണം. അപ്പൊ എപ്പോഴാ മരിക്കുന്നത്? അപ്പൊ എപ്പോഴാണ് മരിക്കുന്നത് എന്ന് എനിക്കും അറിയത്തില്ല, നിങ്ങൾക്കും അറിയത്തില്ല. ചിലപ്പോ ഈ വന്നിരിക്കുന്ന നമ്മളെല്ലാവരും ഇന്ന് ഈ കാണുന്ന ഓഡിറ്റോറിയത്തിന് പുറത്തിറങ്ങുമോ എന്ന് പോലും നമുക്കറിയില്ല. നമ്മുടെ കാര്യം എങ്ങനെ? ഈ ഇരിക്കുന്ന ആണിന്റെയും പെണ്ണിന്റെയും, എന്റെ ആകട്ടെ നിങ്ങളുടേതാകട്ടെ, ഈ മജ്ലിസിൽ നിന്ന് ഇറങ്ങി പോകുമോ, മയ്യത്ത് കൊണ്ടുപോകുമോ എന്ന് പറയാൻ അള്ളാഹുവിനല്ലാതെ വേറൊരാൾക്കും കഴിയില്ല. അതുകൊണ്ട് എപ്പോ വേണമെങ്കിലും മരണം നമ്മളെ തേടി വരാം. അതുകൊണ്ട് ഇവിടെ ഒരുമിച്ച് കൂടിയവരോട് പറയുന്നു, ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് തന്നെ തൗബ ചെയ്തിട്ട് പിരിയണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ല, 27-ാം രാവിന് ഉസ്താദെ, 27-ാം രാവിന് അന്നൊരു തൗബ ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നവരുണ്ട്. ഞാൻ ആലോചിക്കണത്, 27-ാം രാവിന് ഇപ്പൊ എന്താ പ്രത്യേകത വല്ലതും ഉണ്ടോ? 27-ാം രാവിന് വല്ല പ്രത്യേകതയുണ്ടോ? എല്ലാം കുളിച്ചൊരുങ്ങി 27-ാം രാവിന് പള്ളിയിൽ പോയിട്ട് ഇന്ന് തൗബയാ വാളിയാ, കുളിച്ചൊരുങ്ങിക്കോ പോകാം. കാരണം എന്തേ? അന്നാണ് ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞു കുളിച്ചൊരുങ്ങി പോകാറുണ്ട്. വാങ്ങാൻ അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ലൈലത്തുൽ ഖദർ ഉണ്ട്. 27-ാം രാവ് വരെ നീ ജീവിച്ചിരുന്നാലല്ലേ ഞങ്ങൾ തൗബ ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്നവരോട് ഞാൻ പറയുന്നു, നിങ്ങൾക്ക് വേണമെങ്കിൽ, ഞാൻ അങ്ങനെ തന്നെ പറയും, നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ, കാരണം ഞാൻ വഴുതു പറയുന്നത് നിങ്ങളാരെയും നന്നാക്കാനല്ല, ഞാൻ വഴുതു പറയുന്നത് എനിക്ക് നന്നാകാനാ. അള്ളാഹു എന്നെ ഒന്ന് നന്നാക്കി തരുമാറാകട്ടെ. ഒരാമീൻ പറ മനുഷ്യന്മാരെ. ഇവിടെ 40 പേരിൽ കൂടുതലുണ്ട്. ഹാഫിളീങ്ങളുണ്ട്, ആലിമീങ്ങളുണ്ട്, നോമ്പുകാര. ആരുടെയെങ്കിലും ഒരു ആമീ മതി, ഞാൻ രക്ഷപ്പെടാൻ. അള്ളാഹു എന്നെ നന്നാക്കി തരുമാറാകട്ടെ. അള്ളാഹു എന്നെ നന്നാക്കി തരുമാറാകട്ടെ. അള്ളാഹു നിങ്ങളെയും നന്നാക്കി തരുമാറാകട്ടെ. അല്ലാതെ എന്റെ വയത് കെട്ടിട്ട് നിങ്ങൾ വിചാരിക്കരുത് നിങ്ങൾക്കിട്ട് തന്നെയാന്ന്. ഒരിക്കലും അങ്ങനെ വിചാരിക്കരുത്. ഞാൻ പറയുന്നത്, ഇനി ഒരാൾ തുണി കഴുകിയാൽ ആദ്യം വെളുക്കുന്നത് കഴുകുന്നവന്റെ കയ്യ, തുണിയല്ല. റിയാസ് മന്നാനി ഉസ്താദ് ഉണ്ടല്ലോ ഇവിടെ പഠിച്ച ഇവിടൊക്കെ ഉസ്താദിന്റെ ഇത്രയും, ഇവിടുത്തെ ഉസ്താദിന് ഇത്രയും വലിയ ശിഷ്യനുണ്ടെന്ന് ഞാൻ ഇപ്പോഴും മനസ്സിലാക്കാം. അൽഹംദുലില്ലാ, നല്ല വയത് പറയണ ചങ്ങാതിയ. നിങ്ങൾക്കൊരു സ്ഥാപനം ഇല്ലപ്പ. അൽഹംദുലില്ലാ, അല്ലാഹു ഖൈറും ബറക്കത്തും നൽകുമാറാകട്ടെ. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇന്ന് ഇവിടെ നിന്ന് പിരിയുമ്പോ എല്ലാവരും അള്ളാഹുവിന്റെ മുമ്പിൽ ഇന്ന് വരെ ചെയ്തത് മുഴുവനും ഏറ്റുപറഞ്ഞ് കരഞ്ഞിട്ട് വേണം ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. തൗബ ചെയ്യൂലേ? ഇൻഷാ അല്ലാഹ് ഒന്നും എനിക്ക് വേണ്ട. തൗബ ചെയ്യുമോ ഇല്ലേ? ചെയ്യൂന്ന് നിയ്യത്ത് ചെയ്യുന്നവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. അള്ളാഹുവെ, ഈ കൈപൊക്കിയവര് എന്ത് നന്മ ചെയ്തിട്ടില്ലെങ്കിലും ഈ ഒറ്റ കൈപൊക്കിയതിന് പകരം നീ സ്വർഗം കൊടുക്കണേ അല്ലാഹ്. അള്ളാഹുവെ, ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും ഇന്ന് ഈ ഹാഫിളീങ്ങളുടെയും ഈ യതീമായ മക്കളുടെ മജ്ലിസിൽ വെച്ചുകൊണ്ട് അള്ളാഹുവെ നിന്നോട് ഏറ്റുപറഞ്ഞ് തൗബ ചെയ്തിട്ട് ഇവിടെ നിന്ന് പിരിയുമെന്ന് തീരുമാനിച്ച ഈ കൈപൊക്കിയ ഞങ്ങളുടെ അവാക്കിബത്ത് നീ നന്നാക്കി തരണേ പടച്ചവനെ.
അള്ളാഹുവേ മരിക്കുന്ന സമയം മലക്കുകൾ സ്വർഗം കാണിച്ചു തരുമ്പോ ആ സ്വർഗം കണ്ട് ഷഹാദത്ത് കലിമ ഉറക്കെ പറഞ്ഞ് ഷഹീദിനെ പോലെ മരിക്കാനുള്ള ഭാഗ്യം ഈ കൈപൊക്കിയവർക്ക് നീ നൽകണേ പടച്ചവനെ. അള്ളാഹുവേ സ്വർഗമല്ലാതെ വേറൊരു പ്രതിഫലവും ഈ കൈപൊക്കിയെ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. കൈപൊക്കാത്തവനെ നീ നന്നാക്കണേ പടച്ചവനെ. ആമീൻ പറ. പൈസ വല്ലതും ചോദിച്ചോ? പൈസ വല്ലതും ചോദിച്ചോ? വീട് എഴുതി തരാൻ പറഞ്ഞോ? ഇല്ല, ഞാൻ ആകെ പറഞ്ഞത് നീ ചെയ്ത പാപം ഒന്ന് കഴുകാനാ പറഞ്ഞത്. അതിന് മനസ്സില്ലാത്ത ചങ്ങാതിക്ക് പിന്നെ നമ്മൾ നന്നാകാൻ ദുആ ചെയ്യലല്ലാതെ വേറെ വഴിയൊന്നും ഇല്ലല്ലോ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. തൗബ ചെയ്യാമെന്ന് നിയ്യത്ത് ചെയ്യുന്നവരൊന്ന് കൈപൊക്കിക്കേ. അപ്പൊ നിങ്ങൾക്ക് കൈവെക്കാനൊക്കെ അറിയാം അല്ലേ? അൽഹംദുലില്ലാഹ്. അള്ളാഹു നമ്മുടെ ആഖിബത്ത് നന്നാക്കി തരുമാറാകട്ടെ. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഈ കൈപൊക്കിയവർക്ക് അള്ളാഹു തരുന്ന പ്രതിഫലവാ ഞാൻ പറയണേ. ഇന്നീ മജ്ലിസിലിരുന്നു കൊണ്ട് ജീവിതത്തിൽ വന്നുപോയ പാപങ്ങളൊക്കെ അൽഹംദുലില്ലാഹ് ഇന്ന് കഴുകി കളയാമെന്ന് തീരുമാനിച്ച നിങ്ങൾക്ക് അള്ളാഹു തരുന്ന പ്രതിഫലം. ഇത് പറഞ്ഞിട്ട് നമുക്ക് പിരിയാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് നമ്മുടെ മജ്ലിസിൽ ഇന്ന് വിശിഷ്ട അതിഥിയായിട്ട് അൽഹംദുലില്ലാഹ് എടാ കാര്യം കടക്കൽ ഉസ്താദ് പറഞ്ഞോണ്ട് ഇത്രയും നേരം നിങ്ങളുടെ മദ്ഹ പറഞ്ഞോണ്ടിരുന്ന കേട്ടോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കൈപൊക്കിയവർക്ക് അള്ളാഹു തരുന്ന 5 പ്രതിഫലം എങ്ങനെ? ഇന്നിവിടെ ഇരുന്ന് തൗബ ചെയ്യാൻ തീരുമാനിച്ചില്ലേ? ജീവിതത്തിൽ വന്നുപോയ പാപങ്ങളൊക്കെ കഴുകിക്കളയാൻ തീരുമാനിച്ചില്ലേ? ഇവിടെ ഇരുന്നു കൊണ്ട് തൗബ ചെയ്യാമെന്ന് തീരുമാനിച്ചവർക്ക് അള്ളാഹു തരുന്ന പ്രതിഫലം എന്താ? നിങ്ങൾക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം നോമ്പുകാരന്റെ പ്രതിഫലമല്ല, പടച്ചവനെ പള്ളി കെട്ടിക്കൊടുത്തവന്റെ പ്രതിഫലമല്ല, ഹജ്ജ് ചെയ്തവന്റെ പ്രതിഫലമല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ മുമ്പിലേക്ക് ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ മുഴുവനും ഏറ്റുപറയുന്നവർക്ക് അള്ളാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? ഇന്ന് ഈ സദസ്സിലിരുന്ന് കൊണ്ട് തൗബ ചെയ്യാ തീരുമാനിച്ചല്ലോ, അള്ളാഹു തരുന്ന പ്രതിഫലം എന്താ? ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? അള്ളാഹുവിന്റെ റസൂല് പറയുകയാ, അതാ നബി തങ്ങൾ അവിടെ നിന്ന് പറയുകയാണ്, അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ മുഴുവനും ഏറ്റുപറഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് പശ്ചാത്തപിച്ച് മടങ്ങുന്നവരുണ്ടല്ലോ, അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് കരയുന്നവരുണ്ടല്ലോ, അവർക്ക് അള്ളാഹു തരുന്ന ഒന്നാമത്തെ പ്രതിഫലം ലാ യലിജുന്നാർ ബകാ മിൻ ഖസിയത്തില്ലാഹ് ഹത്താ യറുദ്ദുൽ ലബന ഇലൽ റഈ. അള്ളാഹു തരുന്ന ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? നബി തങ്ങൾ പറയുകയാ, ലാ യലിജുന്നാർ ബകാ മിൻ ഖസിയത്തില്ലാഹ്. അള്ളാഹുവിന്റെ ഭയാനകമായ അദാബുകൾ കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ, എല്ലാവരും അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. വെള്ളിയാഴ്ച ജുമഅയ്ക്ക് പള്ളിയിൽ പോകുമ്പോ രണ്ടാമത്തെ ഖുതുബയില് പള്ളിയിലെ ഖതീബ് മിമ്പറിൽ നിന്ന് കൊണ്ട് പറയുന്ന 3 വട്ടം പറയുകയാ, ആ ഒരു കാര്യം മാത്രം എല്ലാ വെള്ളിയാഴ്ചയും 3 പ്രാവശ്യം പറയുകയാ, അല്ലാഹുമ്മ ജിർനി മിനന്നാർ, അല്ലാഹുമ്മ ജിർനി മിനന്നാർ, അല്ലാഹുമ്മ ജിർനി മിനന്നാർ. ആ ഭയാനകമായ നരകമുണ്ടല്ലോ, മനുഷ്യനെയും കല്ലുകളെയും ഇട്ട് കത്തിക്കുന്ന പടച്ചറബിന്റെ ഭയാനകമായ ആ നരകമുണ്ടല്ലോ, ആ നരകത്തിന്റെ തീ തൊടില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. പടച്ചറബിനെ ഭയന്നുകൊണ്ട് അല്ലാഹുവിന്റെ അദാബുകളെ ചിന്തിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു മനുഷ്യന്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് ഒലിച്ചാൽ അവനെ നരകത്തിൽ കൊണ്ടിട്ടാൽ നരകത്തിന്റെ തീ പോലും അവനെ തൊടില്ല, നരകത്തിന്റെ ശിക്ഷ അവനെ ബാധിക്കില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുമ്പോ എന്താണ് നരകമെന്നറിയുമോ? എന്താണ് നരകമെന്നറിയോ? എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മിഅ്റാജിന്റെ രാത്രിയില് അല്ലാഹുവിന്റെ പ്രവാചകൻ ഇസ്റാഉം മിഅ്റാജും എന്ന് പറയുന്ന അത്ഭുതകരമായ യാത്ര നടത്തിയല്ലോ. ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് 7 ആകാശം കടന്ന് പടച്ച
പടച്ച റബ്ബിന്റെ സന്നിധാനത്തിലേക്ക് നബിതങ്ങളെ കടന്നുപോയല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ ആകാശത്തിന്റെ കവാടങ്ങൾ കടക്കുമ്പോ മലക്കുകൾ കവാടങ്ങൾ തുറന്നുകൊണ്ട് സ്വീകരിക്കുകയാണ്. എല്ലാവരും സന്തോഷത്തിലാണ്. പ്രവാചകന്മാര് നബിതങ്ങളെ കാത്തു നിൽക്കുകയാണ്. അള്ളാന്റെ റസൂലിന് ഓരോ ആകാശത്തിന്റെ കവാടങ്ങളിലും കോടാനുകോടി വരുന്ന മലക്കുകള് നബിതങ്ങളെ ആനയിക്കുകയാ, സ്വീകരിക്കുകയാ. എല്ലാവരുടെ മുഖത്തും വല്ലാത്ത പുഞ്ചിരിയാണ്. നബിതങ്ങൾ ആകാശത്തിന്റെ കവാടങ്ങൾ കടന്ന് ചെല്ലുമ്പോ അള്ളാന്റെ റസൂല് നോക്കുമ്പോ ഒരു കാഴ്ച കാണുകയാണ്. എല്ലാവരും സന്തോഷത്തിലാണ്, എല്ലാവരും ചിരിക്കുന്നുണ്ട്. പക്ഷേ ഒരേ ഒരു മലക്കു മാത്രം ചിരിക്കുന്നില്ല. ആ മലക്കിനൊരു സന്തോഷമില്ല. തല താഴ്ത്തി പിടിച്ചിരിക്കുകയാണ്, തല പോലും ഉയർത്തുന്നില്ല. പേടിച്ച് വിറച്ചവനെ പോലെ നടക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകം ചോദിക്കുന്നു, ജിബ്രീൽ, ആരാണ് ജിബ്രീല്? ആ മലക്കാരാണ് ജിബ്രീല്. യാ റസൂലല്ലാഹ്, അത് മാലിക് എന്ന് പറയുന്ന മലക്കാണ് നബിയേ. എന്തേ ചിരിക്കാത്തത്? അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടിട്ട് പോലും നിനക്ക് എന്തേ സന്തോഷമില്ലാത്തത്? ആ സമയത്താണ് മാലിക് എന്ന് പറയുന്ന മലക്ക് പറയുന്നു, യാ റസൂലല്ലാഹ്, വല്ലാത്ത സന്തോഷമുണ്ട് നബിയേ, ഞാൻ ചിരിക്കുന്നുണ്ട് നബിയേ. പക്ഷേ എന്റെ മുഖത്ത് ചിരി വരുന്നില്ല. ഞാൻ ചിരിച്ചാൽ എന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരികയാണ്. എനിക്ക് തല ഉയർത്താൻ കഴിയുന്നില്ല. എന്തുകൊണ്ടാണ്? എനിക്ക് ഖിയാമത്ത് നാൾ വരെ കഴിയില്ല നബിയേ. ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, സന്തോഷമില്ലാഞ്ഞിട്ടല്ല, അങ്ങയെ കാണണമെന്ന് വല്ലാത്ത കൊതിയായിരുന്നു നബിയേ. എന്തുകൊണ്ടാണ്? മരിക്കുന്ന കാലം വരെ മാലിക് എന്ന് പറയുന്ന മലക്കിന്റെ മുഖത്ത് നിന്ന് സന്തോഷം നഷ്ടപ്പെട്ടു പോയത്, അവിടെ നിന്ന് ചിരിക്കാൻ കഴിയാത്തത്. അതിന്റെ കാരണം എന്തെന്നറിയോ? അല്ലാഹുവിന്റെ അദാബുകൾ കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ, ആ നരകം ഞാനൊന്ന് കണ്ടുപോയി നബിയേ. ആ നരകം കണ്ടതുകൊണ്ടാണ് ഇനി മരിക്കുന്ന കാലം വരെ എനിക്ക് ചിരി വരൂല, എനിക്ക് സന്തോഷം വരൂല. അത്രയും ഭയാനകമാണ് നരകം, അത്രയും ഭയാനകമാണ് നരകം. പടച്ചവനെ, അല്ലാഹുവിന്റെ അദാബുകൾ കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ, 3000 കൊല്ലം കത്തിച്ച നരകമുണ്ടല്ലോ. പടച്ചവനെ, ഉസ്താദന്മാര് പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തോതിയിട്ട് അല്ലാഹനെ പേടിച്ച് നടക്കടാ, ഔറത്ത് മറച്ചുകൊണ്ട് നടക്ക്, അഹങ്കാരികളെ പോലെ നടക്കരുത്. ദുനിയാവിലെ തീയുണ്ടല്ലോ, ആ നരകത്തിലെ തീയിലെ 70 അംശമാണ്. പെണ്ണുങ്ങളോട് പറയുന്ന തലമറയ്ക്കണേ, അല്ലാഹനെ പേടിക്കണേ. നരകത്തിൽ കിടക്കുന്നത് അധികം പെണ്ണുങ്ങളാണ്. നിങ്ങൾ അല്ലാഹനെ ഭയന്ന് നടക്കണമെന്ന് പറയുമ്പോ ഇന്നത്തെ യുവതലമുറ ചോദിക്കുകയാണ്, ഉസ്താദേ പ്രായമുള്ളവരോട് പറ. ഇന്ന് നരകത്തെ കുറിച്ചൊക്കെ പറയുമ്പോ നരകത്തിന്റെ ശിക്ഷകളെ കുറിച്ചും നരകത്തിന്റെ തീയെ കുറിച്ചും ഉസ്താദന്മാര് പ്രസംഗിക്കുമ്പോ ചെറുപ്പക്കാര് പറയണത് അത് പ്രായമുള്ളവരോട് പോയി പറ. ഞങ്ങളൊക്കെ വിദ്യാഭ്യാസം കൂടിയവരാ, ഞങ്ങളോടൊന്നും ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇന്ന് ചോദിക്കുന്നത് എവിടെയാ നരകം ഇരിക്കുന്നതെന്നാ. ഉസ്താദെ, നിങ്ങൾ പറയുന്നത് അല്ലാഹു നരകം സൃഷ്ടിച്ചിട്ടുണ്ടെന്നാ. നരകം ഇരിക്കുന്നത് ആകാശത്തിലാണോ, ഭൂമിയിലാണോ, കടലിനടിയിലാണോ? എവിടെ ഇരിക്കണേ? ഈ പെൺകുട്ടികളോട് പറയുന്നു, മക്കളെ നിങ്ങളൊക്കെ അല്ലാഹനെ പേടിച്ച് നടക്ക്, തലമറയ്ക്ക്, ശരീരം മറയ്ക്ക്, അല്ലാഹനെ ഭയന്ന് ജീവിക്ക്. നരകത്തിൽ കൂടുതൽ പെണ്ണുങ്ങളാ. അപ്പൊ ചോദിക്ക, ഉസ്താദെ എല്ലാരും സ്വർഗത്തിൽ പോയാ നരകത്തിലും പോകാൻ ആള് വേണ്ടേ? എല്ലാരും അങ്ങ് സ്വർഗത്തിൽ പോയി കഴിഞ്ഞാൽ പിന്നെ നരകത്തിൽ ആരാ പോവാ? നിങ്ങളൊക്കെ സ്വർഗത്തിൽ പോക്കോ, ഞങ്ങൾ എന്തായാലും ഇങ്ങോട്ട് തന്നെ പോവാ. നിങ്ങളൊക്കെ എത്ര വഴുതു പറഞ്ഞാലും നമ്മളും മാറൂല. എന്റെ കുട്ടികളെ ചോദിക്കുന്നത് എവിടെയാണ് നരകമെന്നാ. എന്റെ പൊന്നാര സഹോദരിമാരെ, ഞങ്ങളൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് വിശ്വാസം വരുന്നില്ലെങ്കിൽ നിന്റെ കണ്ണുകൊണ്ട് കണ്ടാ വിശ്വസിക്കോ? എല്ലാരും അവരുടെ കണ്ണുകൊണ്ട് കണ്ടാ വിശ്വസിക്കുമല്ലോ. പറഞ്ഞിട്ട് കേൾക്കണില്ലെങ്കിൽ കൊള്ളുമ്പോ പഠിക്കുമല്ലോ. അപ്പൊ നിങ്ങൾക്ക് നരകം എവിടെയാണ് ഇരിക്കുന്നത് എന്ന് അറിയണമെങ്കിൽ ആ നരകത്തെ നിങ്ങളുടെ കണ്ണിന്റെ മുമ്പിലേക്ക് അല്ലാഹു കൊണ്ടുവരുമല്ലോ. നിങ്ങളുടെ എല്ലാവരുടെയും കണ്ണിന്റെ മുമ്പിലേക്ക് അല്ലാഹു നരകത്തെ കൊണ്ടുവരുമല്ലോ. എപ്പോഴാണ് കൊണ്ടുവരുന്നത്? പടച്ചവനെ നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ നിൽക്കുകയാ. പടച്ച റബ്ബിന്റെ കോടതിയിൽ എല്ലാവരും നിൽക്കുമ്പോ അതാ
അതാ ജിബ്രീൽ എന്ന് പറയുന്ന മലക്കുണ്ടല്ലോ, നരകത്തിന്റെ കാവൽക്കാരനായ മാലിക് എന്ന് പറയുന്ന മലക്കിന്റെ ചാരത്ത് ചെല്ലുകയാ. മാലിക്കേ കൊണ്ടുവരാൻ പറയുകയാ. അല്ലാഹുവിന്റെ നരകത്തെ കൊണ്ടുവാ, എല്ലാവരും ഒന്ന് കാണട്ടെ. അല്ലാഹുവിന്റെ ഭയാനകമായ അദാബുകൾ കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ, ആ നരകത്തെ കൊണ്ടുവരാ പറയുമ്പോ ആ മലക്ക് തന്നെ ചോദിക്കുന്നു, ജിബ്രീൽ എങ്ങനെയാ ജിബ്രീല് എങ്ങനെയാ കൊണ്ടുവരുന്നത്? ജനങ്ങൾക്ക് താങ്ങാൻ പറ്റില്ലല്ലോ. അല്ലാഹുവിന്റെ കൽപ്പനയാ, അല്ലാഹുവിന്റെ കൽപ്പനയാ. എന്റെ പ്രിയപ്പെട്ടവരെ, അവസാനം നരകത്തിന്റെ കാവൽക്കാരനായ മാലിക് എന്ന് പറയുന്ന മലക്കുണ്ടല്ലോ, തന്റെ അനുയായികളെ വിളിക്കുകയാണ്, മലക്കുകളെ വിളിക്കുകയാണ്. ചങ്ങലയെടുത്തുകൊണ്ടുവാ, ചങ്ങലയെടുത്തുകൊണ്ടുവാ, നരകത്തെ കൊണ്ടുവരാറ്. പടച്ചവനെ, നരകത്തിന്റെ കാവൽക്കാരായ മലക്കുകൾ പോയി 70,000 ചങ്ങലയെടുക്കുകയാ. 70,000 ചങ്ങല. പടച്ചവനെ, ചങ്ങലയുടെ വലുപ്പമല്ല, ചങ്ങലയിലെ കൊളുത്തുണ്ടല്ലോ, ആനയെ കെട്ടുന്ന ചങ്ങല കണ്ടിട്ടുണ്ടല്ലോ, കൊളുത്തുകൾ ചേർത്ത് ചേർത്ത് വെച്ചാണ് ചങ്ങല ഉണ്ടാക്കുന്നത്. ആ നരകത്തെ വലിച്ചു കൊണ്ടുവരുന്ന ഒരു ചങ്ങലയില് ഒരു കൊളുത്തിന്റെ വലുപ്പമുണ്ടല്ലോ. ഈ കാണുന്ന പ്രപഞ്ചമുണ്ടല്ലോ, ഈ കാണുന്ന ലോകമുണ്ടല്ലോ, ഈ ലോകത്തിനേക്കാളും വലുപ്പമുണ്ട് നരകത്തെ വലിച്ചു കൊണ്ടുവരുന്ന ചങ്ങലയിലെ ഒരു കൊളുത്തിന്. ഇതുപോലെയുള്ള കൊളുത്തുകൾ കൊണ്ടുണ്ടാക്കിയ 70,000 ചങ്ങലകൾ കൊണ്ടുവരികയാ, നരകത്തെ ബന്ധിപ്പിക്കുകയാ. ഒരു ചങ്ങലയിൽ 70,000 മലക്കുകള്, ഓരോ ചങ്ങലയിലും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ആ നരകത്തെ അള്ളാഹു നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് കാണിച്ചു തരും. ആ സമയത്ത് അള്ളാഹിനോട് പറയും അത്രേ, റബ്ബനാ അബ്സറനാ വസമിഅനാ ഫർജിഅനാ. അല്ലാഹുവേ, പടച്ചവനെ, എല്ലാം വിശ്വാസമായി റബ്ബേ, കണ്ടുകൊണ്ട് കണ്ടു, ചെവി കൊണ്ട് കേട്ടു അല്ലാഹുവേ, അതുകൊണ്ട് ഫർജിഅനാ, ഒരവസരം എന്താ?